നമുക്കിന്ന് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യമേ ഇലക്ട്രിക്കൽ എ എന്നുള്ള ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട ഫ്ലോർ പ്ലാൻ ഇതാണ്. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ റഫറൻസ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇവിടെ പോയിട്ട് ഇവിടെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് കൊടുക്കേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ഇവിടെ പോയിട്ട് നമുക്ക് റഫറൻസ് ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന റഫറൻസ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ലേഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ പോയിട്ട് ജസ്റ്റ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് ചാറ്റ് ജിപിടി പോവുക. ചാറ്റ് ജിപിടി പോയിട്ട് ഈ 2 ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്യണം. ഇമേജ് അപ്ലോഡ് ചെയ്തു. രണ്ടാമത്തെ ഇമേജ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ഇവിടെ വന്നേക്കുന്ന പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു. സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ നോക്കാം. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ക്യാഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ഡോട്ട് ഐ ഒ എന്നുള്ളതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ക്യാഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാനിതിനെ ഈ ഫയൽ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കൺവേർട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് കൺവേർട്ട് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഓട്ടോകാഡ് ഫയലിലേക്ക് വരും. ഇതൊരിക്കലും ഒരു തുടക്കക്കാരനുള്ള ആൾക്ക് ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്യാനുള്ളതല്ല. ശരിക്കും ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്യുന്ന ഒരാൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന നേരത്ത് ഇതേപോലെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്തുനിന്നുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂളാണ്. കണ്ടോ? ഇതിപ്പോൾ ഇവിടെ വന്നു. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുത്തണമെങ്കിൽ അവർക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് ചേഞ്ചസ് വരുത്താം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജിപിടി തന്നെ പോയിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് കൂടെ അപ്ലോഡ് ചെയ്യുക. കാരണം ഇതിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ ഈ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് അത് കൃത്യമായിട്ട് അനലൈസേഷൻ ചെയ്തിട്ട് അതിന്റെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരും. അപ്പൊ അതും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ ക്യാഡിൽ ഡ്രോയിങ് വരയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മലയാളം എന്നുള്ള കൊടുക്കുക. മലയാളത്തിലേക്ക് എഴുതി തരിക. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും തമ്മിൽ മിസ്റ്റേക്കുകളുണ്ടോ, അതുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വരും. അപ്പൊ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്പേസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രശ്നങ്ങൾ, ഡോറിന്റെ അടുത്ത് ചില സമയം ഇലക്ട്രിക്കൽ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. റൂം ബൈ റൂം ആയിട്ട് ആ റൂമിന്റെ അകത്ത് ഇടത് സൈഡ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും നമ്മൾ കൊടുത്ത ഡ്രോയിങ്ങിന്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കൃത്യമാണ് C6 എന്നത് AC പോയിന്റ് എന്നത് വ്യക്തമായിട്ട് കാണിക്കണം. കാരണം അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ കാണിച്ചേക്കുന്നതിനകത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ AI കൊണ്ട് തന്നെ നമ്മൾ നോക്കും. അപ്പൊ AI ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ AC പോയിന്റ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഇവിടെ നമ്മൾ ഓർത്തോണം. നമ്മൾ ഇത് ചെയ്യാൻ നേരത്ത് ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോരോ റൂം ബേസ് ആയിട്ട് അനലൈസേഷൻ ചെയ്തിട്ട് അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ മിസ്സിംഗ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണിക്കുന്ന രീതിയിലേക്കാണ് ഇത് വന്നത്. 100% നമുക്ക് AI കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇതേപോലെ ആ ജനറേറ്റ് ചെയ്തേക്കുന്ന ഇമേജ് നമുക്ക് AI ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് MCB 10 ആംപിയർ 16 ആംപിയർ ഓരോരോ വരും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും മിസ്സിംഗ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാൻ വേണ്ടി. ശരിക്കും ഇത് എന്തിനാ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതേ രീതിയിലും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ചെയ്തതിനകത്ത് മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് AI തന്നെ നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കുക. ഇത് പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ തന്നെ ചെയ്യുക, അല്ലാത്ത ആൾക്കാർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് ആളുകൾക്ക് സാധാരണക്കാലം കുറഞ്ഞ സമയം കൊണ്ട് ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പൊ ഈ രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും കൂടെ മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോംപ്റ്റും കൂടെ ഉൾപ്പെടെ ആയിരിക്കും. ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റി ചോദിച്ചിട്ട് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുന്ന ആരെങ്കിലും ട്രൈ ചെയ്യാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും.